Hello, my dear students. Welcome back to Business Regulations. നമ്മൾ ഇന്ന് 56ാമത്തെ സെഷനിലാണ്. നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിലേക്ക് വന്നിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ആക്ട് 2002 ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണത്. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ, ഒരു ലീമാൻ, ആം ആദ്മി എന്ന് പറയുന്ന സാധാരണക്കാരൻ, അവർക്ക് വളരെ ബ്രോഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ കിട്ടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കോമ്പറ്റീഷനിലൂടെ മാക്സിമം ഇന്നൊവേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റേണ്ടത്. ഇത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ കൺസ്യൂമേഴ്സിന് ഒരുപാട് വൈഡ് ചോയ്സും പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഒരു ഫെയർ കോമ്പറ്റീഷൻ എപ്പോഴും മാർക്കറ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വളരെയധികം ആവശ്യമാണ്. അപ്പം അങ്ങനെ ഓരോ മാർക്കറ്ററുടെയും ഗോള് ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ലെവലിൽ, ഒരു നല്ല ലെവലിൽ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നമ്മളുടെ മാർക്കറ്റർക്കും കൺസ്യൂമർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കോമ്പറ്റീറ്റീവ്നെസ്സിന് ഒരുപാട് പ്രാധാന്യം ഉള്ളതായിട്ടും അത് ഒരുപാട് കൂടുന്നതായിട്ടുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിനെ ഒന്ന് വേണ്ട രീതിയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് 2002 ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും നല്ലൊരു കോമ്പറ്റീറ്റീവ് കൾച്ചർ ഫോം ചെയ്യാനായിട്ട് ഈ കോമ്പറ്റീഷൻ ആക്ട് 2002 വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നേരത്തെ അതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969, MRTP ആക്ട് 1969 അതായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗ്ലോബലൈസേഷനിൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ആക്ട് കാലഹരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കോമ്പറ്റീഷനെയാണ്, അല്ലാതെ മോണോപ്പൊളീസിനെയല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും MRTP ആക്ട് ഇനി ഫോളോ ചെയ്തിട്ട് കാര്യമില്ല, മറിച്ച് കോമ്പറ്റീഷൻ ആക്ടാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1999 എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കോമ്പറ്റീഷൻ പോളിസി ആൻഡ് ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റി 2 കൊല്ലത്തിൻ്റെ കാലയളവിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോമ്പറ്റീഷനെ റിലേറ്റഡ് ആയിട്ട്. അതിൽ 2002 അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് കോമ്പറ്റീഷൻ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ ബില്ലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MRTP ആക്ട് 1969 നിർത്തലാക്കുകയും അതിൻ്റെ MRTP കമ്മീഷനെ പിരിച്ചു വിടുകയും എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിലൂടെ ആ ബില്ല് പറഞ്ഞ വേറൊരു കാര്യം, ഈ MRTP കമ്മീഷന് പെൻഡിങ് ഉള്ള കേസുകളെല്ലാം പുതിയ കമ്മീഷൻ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഫോം ചെയ്തിട്ടുണ്ട്, അവരെ ഏൽപ്പിക്കാനും അവർ പിന്നീട് MRTPയുടെ പെൻഡിങ് കേസുകളൊക്കെ സോൾവ് ചെയ്യുകയും പുതിയ ആക്ട് നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ ആ കോമ്പറ്റീഷൻ ബില്ല് നമ്മളുടെ ലോകസഭ, രാജ്യസഭ, പാർലമെൻറ്റിൻ്റെ 2 ഹൗസസിലും പാസ് ചെയ്ത് അങ്ങനെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് 2003 ജനുവരി 13 നിലവിൽ വന്നു. അത് നമ്മളുടെ ഈ ലീഗൽ ബുക്കിൽ ദ കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന പേരിലാണ് വന്നത്. ഈ കോമ്പറ്റീഷൻ ആക്ട് വന്നതോടു കൂടിയിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൽ ചില ഭേദഗതികളും കൊണ്ടുവന്നിരുന്നു, അമെൻമെൻറ്റ്സ്. അത് കോമ്പറ്റീഷൻ അമെൻമെൻറ്റ് ആക്ട് 2007 ആയിട്ടും 2009 ആയിട്ടും ഫോം ചെയ്തു. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കോമ്പറ്റീഷൻ ആക്ട് 2002 നമ്മുടെ MRTP ആക്ട് 1969 റീപ്ലേസ് ചെയ്തു. ശരിക്കും നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡസ്ട്രീസിൽ നല്ല ഗുഡ് ഹെൽത്തി കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്, നിയമമാണ്.
അപ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വ്യക്തമല്ലാത്തൊരു ടേമായിട്ടാണ് ഈ ഒരു ആക്റ്റിൽ അത് അത്രയും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതിനെ ഒരു സാമ്പത്തിക വിരോധമായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു കോമ്പറ്റീഷനിലൂടെ നമുക്ക് നമ്മളുടെ മാർക്കറ്റിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ അതിനെ ഒരു സാമ്പത്തിക വിരോധമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ പല എക്കണോമിക് എൻ്റർപ്രൈസസും അവരുടെ മാർക്കറ്റിൽ ഔട്ട്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കമ്പീറ്റ് ചെയ്തിരുന്നു. അത് കമ്പീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പീറ്റ് ചെയ്ത് അവർ മൊത്തം മാർക്കറ്റിനെ പിടിച്ചടക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു. അതാണ് നമ്മുടെ മോണോപ്പൊളി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു മോണോപ്പൊളിയിലല്ലാതെ നമ്മൾ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്കോപ്പും സൈസും ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് 2000 വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സുഗമമായിട്ടുള്ള ഗുഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ കമ്പനികൾ തമ്മിൽ സുഗമമായിട്ടുള്ള രീതിയിൽ കമ്പീറ്റ് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും ഒരു ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ അവരുടേതായിട്ടുള്ള ഷെയർ ക്രിയേറ്റ് ചെയ്യാനുമായിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ ആക്ട് 2002 ഇന്ത്യൻ ട്രേഡേഴ്സിൽ ഒരിക്കലും മൊണോപ്പൊളി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതായത് ഒരു മാർക്കറ്റിൽ ഏകാധിപത്യമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ ആക്ട് 2002 ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും സുഗമമായിട്ട് ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ഏതൊരു ബിസിനസ് കൺസേൺസും അവരുടെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസ് ഫിക്സേഷൻ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ സുഗമമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്കും സാഹചര്യം കൊടുക്കുന്ന രീതിയിൽ ഫോം ചെയ്യുക. അല്ലാതെ മോണോപ്പൊളിയായി ഫോം ചെയ്യാനുള്ള രീതിയിലാണെങ്കിൽ അത് ഈ നിയമത്തിന് എതിരാണ്. ഓക്കെ, സോ ഈ കോമ്പറ്റീഷൻ ആക്ട് ആ രീതിയിൽ നമുക്ക് നല്ല കോമ്പറ്റീഷൻ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ഈ കോമ്പറ്റീഷൻ ആക്ട് 2002 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ബൈ പ്രൊവൈഡിങ് ദം ഗുഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസസ്. അതായത് നമ്മളുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസസും റീസണബിൾ പ്രൈസസിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തേത് ടു പ്രൊമോട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓരോ ഇൻഡസ്ട്രിയിലും അതിൽ വരുന്ന ബിസിനസ് കൺസേൺസ് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ടു പ്രിവെൻറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ കമ്പനീസ് ഓർ പ്രിവെൻറ്റ് ദ അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്ന ചെറിയ കമ്പനീസിൻ്റെ താല്പര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുപോലെയുള്ള ഈ ചെറിയ കമ്പനികൾ മറ്റുള്ള വലിയ വലിയ കമ്പനികൾ ചൂഷണം ചെയ്യാതെ അല്ലെങ്കിൽ അവരിൽ ആധിപത്യം സ്ഥാപിക്കാതെ അവരെ പ്രിവെൻറ്റ് ചെയ്യുക. അതും ഈ ഒരു ആക്ടിലൂടെയാണ്. പിന്നെ പ്രിവെൻറ്റ് ദോസ് പ്രാക്ടീസസ് വിച്ച് ഹാവ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. അതായത് നല്ല രീതിയിലല്ലാത്ത കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രാക്ടീസുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് നടത്താനുള്ള ഫ്രീഡം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ കമ്പനികളുടെ ഓപ്പറേഷൻസും കോമ്പിനേഷൻ ആക്ടിവിറ്റീസൊക്കെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റുള്ള പല ഫോറിൻ കമ്പനീസായിട്ടുള്ള അക്വസിഷൻസ്, മെർജേഴ്സ്, അമാൽഗമേഷൻസ് അല്ലേ, ഇതൊക്കെ നമ്മളിനി അടുത്ത സെമ്മിൽ പഠിക്കുന്നുണ്ട്, കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടാക്കുക, അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഇത്രയൊക്കെയാണ് നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് 2002 ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ വൈഡ് കവറേജ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആക്റ്റിൽ എൻ്റർപ്രൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റായിട്ട് ഇടപെട്ടുകൊണ്ട് വാല്യൂ ചെയിൻ, ഒരു പ്രോഡക്റ്റ് സർവീസിന് വാല്യൂ ചെയിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആവുന്നവരെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഓക്കെ, അവരെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പോൾ നമ്മൾ ആ വിപുലമായി പറഞ്ഞ ആ എൻ്റർപ്രൈസിനെ ഒരു ശരിക്കും ആ ലീഗൽ നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് റെഗുലേറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ പറയുന്ന എൻ്റർപ്രൈസുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റ്, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ്, അല്ലെങ്കിൽ വ്യക്തികളുടെ അസോസിയേഷൻ തമ്മിലുള്ള എഗ്രിമെൻ്റ്, അത് നമ്മുടെ കോമ്പറ്റീഷനെ അനുകൂലമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടിട്ടുള്ള എഗ്രിമെൻ്റ്, അതിനെയാണ് ഈ ഒരു ആക്ട് അനുകൂലിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഹൊറിസോണ്ടൽ അഗ്രിമെൻറ്റ്സും വരുന്നുണ്ട്, വെർട്ടിക്കൽ അഗ്രിമെൻറ്റ്സും വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ അഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് കൺസേൺസിൻ്റെ അസോസിയേഷൻ, ഇപ്പോൾ നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആൾക്കാർ ഒരു അസോസിയേഷനൊക്കെ, അവർ വന്നിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ള പല വസ്തുക്കളുടെയും പ്രൈസുകൾ ഫിക്സ് ചെയ്യുക, അതുപോലെ പ്രൊഡക്ഷൻ്റെ കൺട്രോൾ തീരുമാനിക്കുക, സപ്ലൈ തീരുമാനിക്കുക, അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ അഗ്രിമെൻറ്റ്സ് ഈ ഒരു ആക്ട് അനുകൂലിക്കുന്നുണ്ട്. അതുപോലെ ഏരിയാസ് അലോക്കേറ്റ് ചെയ്യുക, ഓരോ ഇൻഡസ്ട്രീസിനും ഓരോ ബിസിനസ് കൺസേൺസിനും ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യാം, അതൊക്കെ അവർ തീരുമാനിക്കും. പിന്നെ വെർട്ടിക്കൽ അഗ്രിമെൻറ്റ്സ്, രണ്ട് കമ്പനികൾ തമ്മിൽ സെയിൽസിനെ ടൈപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ, അത് ഇന്ന ഏരിയയിൽ ഇന്ന കമ്പനി, ആ രീതിയിൽ. പിന്നെ ചില ഏരിയാസിലുള്ള ഡീലിങ്സ് റെഫ്യൂസ് ചെയ്യുക, അപ്പോൾ അതൊക്കെ വെർട്ടിക്കൽ അഗ്രിമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ അഗ്രിമെൻറ്റ്സ്, വെർട്ടിക്കൽ അഗ്രിമെൻറ്റ്സ് ഒക്കെയും നമ്മളുടെ ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് 2002 അനുകൂലിക്കുന്നുണ്ട്. പിന്നെ അബ്യൂസ് ഓഫ് ഡോമിനൻസ്, നമ്മളുടെ MRTP ആക്ട് പോലെ അല്ലാതെ ഇവിടെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ആക്ട് അനുകൂലിക്കുക തന്നെ ചെയ്യുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് കൺസേൺ വളരെ ലീഡ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് അതിനെയൊന്നും ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് എതിർക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന കമ്പനീസും മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്നതിനെ ഈ ഒരു ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനീസ് അവരുടെ കോമ്പറ്റീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം മറ്റുള്ള കമ്പനീസായിട്ടുള്ള അക്വസിഷൻ ഓഫ്, പല രീതിയിലുള്ള കോമ്പിനേഷൻസ് വരാം, അക്വസിഷൻ ഓഫ് ഷെയർ, അക്വയറിങ് ഓഫ് കൺട്രോൾ ആൻഡ് മെർജേഴ്സ്, അമാൽഗമേഷൻസ്, ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ പ്രോപ്പറായിട്ടുള്ള റെഗുലേഷനിലൂടെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ആക്റ്റാണ്. ഓക്കെ. നമ്മുടെ ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആക്ട് ദ കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, ഈ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ്, നമ്മളുടെ ഈ പറയുന്ന കാർട്ടൽസ് എന്ന് പറഞ്ഞാൽ ഈ അസോസിയേഷനുകൾ രൂപീകരിച്ച് അവർ പ്രൈസ് തീരുമാനിക്കുന്നതും അവർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും അവർ മാർക്കറ്റ് ഷെയർ ലിമിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട് ഈ ആക്ട്. പിന്നെ അതുപോലെ തന്നെ ഡോമിനൻറ്റ് പൊസിഷനിലുള്ള കമ്പനീസ് താഴെയുള്ള സ്മോൾ കമ്പനീസിനെ അബ്യൂസ് ചെയ്യുന്നതും അവരെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളും ഈ ഒരു നിയമം പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കമ്പനീസ് പലപ്പോഴും കോമ്പിനേഷനിൽ വരുമ്പോൾ, അക്വസിഷൻ, മെർജർ, അമാൽഗമേഷൻ പോലെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ അതിനെയും പ്രോപ്പറായിട്ട് ഒരു ആക്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ, അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ട് ബാധിക്കപ്പെടുന്ന കമ്പനീസിന് അതിനുള്ള റെമഡീസും അതുപോലെ തന്നെ അതിൻ്റെ പെനാൽറ്റീസ് കാര്യങ്ങളൊക്കെയും നിയമപരമായിട്ട് നോക്കുന്നതും ഈ ഒരു ആക്റ്റാണ്. പിന്നെ നമ്മൾ ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ഓവർസീസ് മറ്റുള്ള കൺട്രീസിൽ കമ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വരുവാണെങ്കിൽ അതിനെയും ഈ ഒരു ആക്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 അനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിനുള്ള അവയർനെസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ. നമ്മളുടെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മളൊരു കോമ്പറ്റീഷൻ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെ അവർക്ക് ഫിനാൻഷ്യലി സ്വയം പ്രാപ്തി നേടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിലുപരി നമ്മൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്ന ഏതൊരു ഓർഡറും അത് അപ്പീലിന് വിധേയമാണ്. ഓക്കെ.